പാകിസ്ഥാനിലെ റെയിൽവേ മന്ത്രി ഇന്നലെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്ക് നേരെ ഒരു ഭീഷണി മുഴക്കി. ഇന്ത്യ ഇൻഡസ്ട്രീറ്റ് വിട്ട് പുറത്തേക്ക് പോയതിനു ശേഷം ഇൻഡസ്ട്രീറ്റ് വിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് വെള്ളം പോകില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യക്ക് നേരെ 140 ആണവ മിസൈലുകൾ തയ്യാറായി നിൽക്കുകയാണ് എന്നൊരു കാര്യം പറഞ്ഞു. മാത്രവുമല്ല, പാകിസ്ഥാൻ എന്ന ഈ രാജ്യം എപ്പോഴെല്ലാമാണോ നമ്മളുമായി ഒരു പ്രശ്നത്തിൽ വരുന്നത് അപ്പോഴെല്ലാം ഞങ്ങളുടെ പക്കൽ ആണവായുധമുണ്ട്, ഞങ്ങൾ അതെടുത്ത് വീശുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ പാകിസ്ഥാന്റെ അണുവായുധത്തിന് എതിരെ ഇന്ത്യയുടെ പക്കലുള്ള പ്രതിരോധം അതിലെന്താണ്, ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം, പാകിസ്ഥാന്റെ അണുവായുധങ്ങൾ അവരെ കൊണ്ട് മിസൈലുകൾ വഴിയും യുദ്ധവിമാനങ്ങൾ വഴി മാത്രമേ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ന്യൂക്ലിയർ ബോംബ് അവരുടെ രാജ്യത്തിൽ ഉണ്ടെങ്കിൽ ആ രാജ്യത്തിലെ ന്യൂക്ലിയർ ബോംബ് എടുത്ത് നമ്മളിലേക്ക് വീശണം. അതിന് തന്നെ അവർക്കൊരു പ്ലാറ്റ്ഫോം ആവശ്യമാണ്. ആ പ്ലാറ്റ്ഫോമാണ് ബാലിസ്റ്റിക് മിസൈൽസ്, കൂടാതെ യുദ്ധവിമാനങ്ങൾ. ഈ യുദ്ധവിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്താൻ നമ്മുടെ പക്കൽ S-400 മിസൈൽസ് ഉണ്ട്, കൂടാതെ നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയുമുണ്ട്. എന്നാൽ ഈ ബാലിസ്റ്റിക് മിസൈലുകളുടെ പക്കൽ നിന്നും നമ്മളെ സംരക്ഷിക്കാൻ നമ്മുടെ പക്കൽ ഒരു പ്രതിരോധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഉണ്ട്. ഇതിന് വിത്തിട്ടത് 2000 വർഷത്തിൽ നമ്മുടെ സർ അബ്ദുൽ കലാം ആയിരുന്നു. ഈ ഒരു സിസ്റ്റം വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. ലോകത്തിൽ വളരെ ചുരുക്കം രാജ്യങ്ങളുടെ പക്കൽ മാത്രമേ ബാലിസ്റ്റിക് മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്യേണ്ട സിസ്റ്റം ഉള്ളൂ. ഇപ്പോൾ S-400 ഉണ്ട്, S-300 ഉണ്ട്, പാട്രിയോട്ട് ഉണ്ട്, ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. ഇതൊന്നും ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്റർസെപ്റ്റ് ചെയ്യില്ലേ? നമ്മൾ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് വേണ്ടി പ്രത്യേകമായൊരു സിസ്റ്റം സൃഷ്ടിക്കണമോ എന്നൊരു ചോദ്യം ഉയരുമ്പോൾ ഈ ബാലിസ്റ്റിക് മിസൈലുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള ലളിതമായ ഒരു യുക്തി മനസ്സിലാക്കണം. ഒരു ബാലിസ്റ്റിക് മിസൈലിനെ ക്രിക്കറ്റ് ബോൾ ആണെന്ന് ചിന്തിക്കുക. ഈ ഒരു ബോളിനെ നിങ്ങൾ തൊട്ടടുത്ത് എറിയുമ്പോൾ അതിന്റെ ഉയരം വളരെ കുറവായിരിക്കും. വളരെ കുറച്ച് മുകളിലേക്ക് ചെന്ന് അത് താഴേക്ക് വരും. അതേസമയം നിങ്ങൾക്ക് ആ ക്രിക്കറ്റ് ബോൾ ഒരു 30-40 മീറ്റർ മാറി വീഴണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഉയരത്തിലേക്ക് ആ ബോൾ എറിയാൻ ശ്രമിക്കും. എത്രത്തോളം ആ ബോൾ ഉയരങ്ങളിലേക്ക് പോകുന്നുവോ അത്രത്തോളം അത് ഡിസ്റ്റൻസിലേക്കും പോകും. ഇതിനെയാണ് പാരബോള ആർട്ട് ട്രജക്ടറി എന്ന് പറയുന്നത്. ഇതുപോലെയാണ് ബാലിസ്റ്റിക് മിസൈലുകളും പ്രവർത്തിക്കുന്നത്. ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ എല്ലാം നേരിട്ട് ആകാശത്തേക്ക്, ബഹിരാകാശത്തേക്ക് പോയി പിന്നീടാണ് അത് ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത്. ചില ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ കഴിയുന്നത്ര ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോവുകയും പിന്നീട് ഭൂമിക്കുള്ളിലേക്ക് വരും. അപ്പോൾ ഈ മിസൈലുകളുടെ റേഞ്ചിനെ ആശ്രയിച്ച് ഓരോന്നും എത്ര ദൂരം പോകണം എന്നുള്ളതും വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ പക്കലുള്ള മിസൈലുകളെ കുറിച്ച് നോക്കിയാൽ 1000, 2000, 3000 കിലോമീറ്റർ വരെയുണ്ട്. ഇവയ്ക്കെല്ലാം ഇന്ത്യയിലുള്ള എല്ലാ ഭാഗങ്ങളെയും നിസാരമായി കവർ ചെയ്യാനും കഴിയും. അവരുടെ പക്കലുള്ളതിൽ വെച്ച് ബാലിസ്റ്റിക് മിസൈൽ റേഞ്ച് ഉള്ള ഒരു മിസൈൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോയിട്ടായിരിക്കും തിരികെ ഭൂമിയിലേക്ക് വരിക. അപ്പോൾ ഈ ബാലിസ്റ്റിക് മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിൽ എന്താണ് പ്രശ്നമുള്ളത്, അതിലെന്ത് ബുദ്ധിമുട്ടാണ് എന്ന് നോക്കിയാൽ അതിന്റെ വേഗതയാണ്. ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ബഹിരാകാശത്തേക്ക് പോയി വീണ്ടും ഭൂമിക്കുള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ഗ്രാവിറ്റി കാരണവും എയറോഡൈനാമിക് എഫിഷ്യൻസി കാരണവും അതിന്റെ വേഗത മാർക്ക് 15, മാർക്ക് 20 ആ ഒരു ലെവലിലായിരിക്കും. ഇപ്പോ ഈ മാർക്ക് 1 എന്നത് ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 1 മടങ്ങായിരിക്കും. അപ്പോൾ മാർക്ക് 20 എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 20 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കും. ഉദാഹരണത്തിന് പറയണമെങ്കിൽ 25,000, 30,000 കിലോമീറ്റർ വേഗതയിൽ വരും. ഇങ്ങനെ ഇത്രയും വേഗത്തിൽ വരുന്ന ഒരു വസ്തുവിനെ തടസ്സപ്പെടുത്തി നശിപ്പിക്കുക എന്നുള്ളത് അത്ര സാധാരണ കാര്യമേ അല്ല. കാരണം ബാലിസ്റ്റിക് മിസൈലുകൾ ഒഴികെയുള്ള മറ്റ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നോക്കിയാൽ ഒരു ഫൈറ്റർ ജെറ്റ് കൂടിപ്പോയാൽ 2000 കിലോമീറ്റർ വേഗതയിൽ മാത്രമേ പോവുകയുള്ളൂ. മിസൈലുകളെ കുറിച്ച് നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് മിസൈലുകളായ ബ്രഹ്മോസ് തന്നെ മാർക്ക് 3.5 മാത്രമേ പോവുകയുള്ളൂ. ചില ഹൈപ്പർസോണിക് മിസൈലുകൾ മാർക്ക് 5 മുകളിലേക്ക് പോകും. അതുകൊണ്ടാണ് ഹൈപ്പർസോണിക് മിസൈലുകളെ തടസ്സപ്പെടുത്തുന്നതും അത്ര ലളിതമായ കാര്യമല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു വസ്തുവായാലും ഹൈപ്പർസോണിക് വേഗതയിൽ മാർക്ക് 5 മുകളിലേക്ക് പോകുമ്പോൾ ആ വസ്തുവിനെ തടസ്സപ്പെടുത്തി നശിപ്പിക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. അതും ഈ ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന് പറയുന്നത് എവിടെ നിന്ന് വേണമെങ്കിലും ലോഞ്ചായി ലോകത്തിലെ ഏത് കോണിൽ വേണമെങ്കിലും പോകും. ഉദാഹരണത്തിന് റഷ്യയിൽ നിന്നും ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് അമേരിക്കയിലേക്കും പോകും, ഇന്ത്യയിലേക്കും വരും, ചൈനയിലേക്കും പോകും. അവർ ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് എവിടെ വേണമെങ്കിലും ലോഞ്ച് ചെയ്യാം. ഈ ലോകത്തിൽ റഷ്യൻസ് ICBM കവർ ചെയ്യാൻ കഴിയാത്ത ഡിസ്റ്റൻസേ ഇല്ല.
അമേരിക്കൻസിനും അതുപോലെ തന്നെയാണ്, ചൈനയ്ക്കും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഈ ICBMs എവിടെ നിന്നാണ് വരുന്നത്, ഇത് എവിടെ ചെന്നാണ് വീഴുന്നത്, ഇതിനെ ട്രാക്ക് ചെയ്യണം. അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിനെ ട്രാക്ക് ചെയ്യുക വളരെ എളുപ്പമാണ്. കാരണം ഈ മിസൈലുകൾ ഒരു പാരാബോൾ ആർക്ക് ഫോം ചെയ്യും. ഒരു ക്രിക്കറ്റ് ബോൾ വലിച്ചെറിയുമ്പോൾ അത് ഏത് രീതിയിലാണോ, ഏത് പാതയാണോ ഫോളോ ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് മിസൈലുകളും ആ ആർക്ക് ട്രജക്ടറി ഫോളോ ചെയ്യും. അതിനാൽ ഏതൊരു കൺട്രിയെ കൊണ്ടും ഈ ഒരു മിസൈലുകൾ ലോഞ്ച് ആയ ഉടനെ ഒരല്പസമയം കഴിഞ്ഞ് ഈ മിസൈലുകൾ എവിടെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മുൻകൂട്ടി തന്നെ കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം അത് ചെന്ന് വീഴുന്ന സ്ഥലത്തിൽ വ്യോമ പ്രതിരോധ സംവിധാനം ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു, അതുപയോഗിച്ച് ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ വ്യോമ പ്രതിരോധ സംവിധാനം ഇല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ കഴിയുക? നമുക്കിപ്പോൾ എല്ലാ മുക്കിലും മൂലയിലും കൊണ്ടുപോയി S-400 അല്ലെങ്കിൽ ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റം ഇവയൊന്നും വയ്ക്കാൻ സാധിക്കില്ല. മിലിറ്ററി ഇൻസ്റ്റാളേഷൻസിന് അടുത്ത് വയ്ക്കാം, ചില പ്രധാനപ്പെട്ട സിറ്റീസിനെ സംരക്ഷിക്കാൻ ഉപയോഗിക്കാം. എന്നാൽ എല്ലാ ഇടങ്ങളിലും, എല്ലാ മുക്കിലും മൂലയിലും ഇന്ത്യ മുഴുവനും കവർ ചെയ്യുന്ന രീതിയിൽ ഇൻഡിവിജ്വൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ആ യൂണിറ്റുകളൊന്നും സ്ഥാപിക്കാൻ കഴിയില്ല. ഇവിടെയാണ് ബാലിസ്റ്റിക് മിസൈൽസ് ഡിഫൻസ് സിസ്റ്റം വരുന്നത്. കൺവെൻഷണൽ എയർ ഡിഫൻസ് സിസ്റ്റം, അതായത് സാധാരണ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് ചോദിച്ചാൽ 3 കാര്യങ്ങൾ അതിലുണ്ടായിരിക്കും. ഒന്നാമത്തേത് സെർച്ച് ആൻഡ് ട്രാക്കിംഗ് റേഡാർ, മറ്റൊന്ന് ഫയർ കൺട്രോൾ സിസ്റ്റം, മൂന്നാമത്തേത് ലോഞ്ചർ. ഇപ്പോൾ ഈ 3ഉം ചേർന്ന് മൾട്ടിപ്പിൾ യൂണിറ്റ്സിലായിരിക്കും. ഒരു എയർപോർട്ടിനെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഒരു വ്യോമതാവളത്തെ സംരക്ഷിക്കാൻ 8-10 ലോഞ്ചർ ഉണ്ടാകും. ഓരോ ലോഞ്ചറിലും 3 ഇന്റർസെപ്റ്റർ ഉണ്ടാകും. അപ്പോൾ 10 ലോഞ്ചർ ഉണ്ടെങ്കിൽ 30 ഇന്റർസെപ്റ്റർ ഉണ്ടാകും. ഇവയ്ക്കെല്ലാം ചേർത്ത് ഒരു ഫയർ കൺട്രോൾ സിസ്റ്റം ഉണ്ടാകും, ഒരു റഡാർ ഉണ്ടാകും. ഇപ്പോൾ ഈ 10 ലോഞ്ചറുകളിൽ ഏതെങ്കിലും ഒരു 5 ലോഞ്ചറിനെ ശത്രു ആക്രമിച്ചാൽ പോലും ബാക്കിയുള്ള 5 ലോഞ്ചർ ഉപയോഗിച്ച് ശത്രുക്കൾ അയക്കുന്ന മിസൈലുകളെ നമുക്ക് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയും. എന്നാൽ ശത്രു ഒരേയൊരു ഫയർ കൺട്രോൾ സിസ്റ്റത്തെ തകർക്കുകയാണെങ്കിൽ പൂർണ്ണമായും ആ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം തന്നെ പ്രവർത്തനരഹിതമാകും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിലുണ്ട്. അതുപോലെ തന്നെ ശത്രുവിന് ആ എയർബേസിൽ എത്ര ഇന്റർസെപ്റ്റർ ലോഞ്ചേഴ്സ് ആണ് നിർത്തിവെച്ചിരിക്കുന്നത് എന്ന കൃത്യമായ കണക്ക് ലഭിക്കുകയാണെങ്കിൽ അവിടെയും ചില പ്രശ്നങ്ങളും തിരിച്ചടികളും ഉണ്ട്. അതായത് നമ്മൾ ഒരു എയർബേസിൽ ഒരു 30 ഇന്റർസെപ്റ്റർ മിസൈലുകൾ നിർത്തിവെച്ചിരിക്കുന്നു എന്ന് കരുതുക. ശത്രു ഒരു 40 മിസൈലുകൾ അയച്ചാൽ അവിടെ കൊണ്ട് തീർന്നു. നമ്മുടെ പക്കൽ ഇന്റർസെപ്റ്റേഴ്സ് തികയാതെ പോകും. സാച്ചുറേഷൻ അറ്റാക്കിൽ നമ്മൾ തകർന്നു പോകും. അപ്പോൾ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം ഫലപ്രദമായി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് എവിടെയാണുള്ളത്, എത്ര നമ്പേഴ്സ് ഉണ്ട്, ഏത് ടൈപ്പ് ഓഫ് വ്യോമ പ്രതിരോധ സംവിധാനം, ഇവയൊക്കെ ശത്രുവിന് അറിയാനേ പാടില്ല. രഹസ്യമായി നമ്മൾ സൂക്ഷിച്ചാൽ മാത്രമേ ശത്രു അയക്കുന്ന മിസൈലുകളുടെ പക്കൽ നിന്നും നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. ഇങ്ങനെ പ്രത്യേക യൂണിറ്റ്സ് എല്ലാം ഉണ്ട്. ഇവയെല്ലാം നമ്മുടെ ഇന്ത്യ മുഴുവനും കൊണ്ടുപോയി വയ്ക്കാൻ സാധിക്കില്ല. അങ്ങനെ നിർത്തിയാലും അതിനെ കൊണ്ടൊരു പ്രത്യേക ഏരിയ മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ കഴിയൂ. അതേസമയം ഈ വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി ഒരു ത്രെഡിനെ ന്യൂട്രലൈസ് ചെയ്യുകയാണെങ്കിൽ ആ ത്രെഡ് ഈ വ്യോമ പ്രതിരോധ സംവിധാനമുള്ള ദിശയെ നോക്കി വന്നിട്ടുണ്ടാകണം. അതായത് ഒരു വ്യോമതാവളമുണ്ട്, അതിനെ സംരക്ഷിക്കാനായി ഒരു വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട്. ആ വ്യോമതാവളത്തെ തകർക്കാനായി വരുന്ന മിസൈലിനെയാണ് ഈ വ്യോമ പ്രതിരോധ സംവിധാനം നശിപ്പിക്കുന്നത്. എന്നാൽ അതേസമയം ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തെ എടുത്താൽ ആ ഇന്റർസെപ്റ്റാർ എവിടെയുണ്ടെന്നേ അറിയില്ല. ഇന്റർസെപ്റ്റാറിന് യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു മിസൈലിനെയാണ് ഈ ഇന്റർസെപ്റ്റാർ ചെന്ന് ആക്രമിക്കുന്നത്. അപ്പോൾ ഈ പ്രത്യേക യൂണിറ്റ് ആയിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനം എന്ന ആശയം ഇതിനെ അങ്ങനെ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അത് കഴിയില്ല. കാരണം ഭൂപ്രദേശം അത്രയേറെ വലുതാണല്ലോ. ഒരു എയർബേസിനെ സംരക്ഷിക്കുന്നത് പോലെയല്ല ഒരു രാജ്യത്തെ മുഴുവനും കവർ ചെയ്യുക എന്നത്. ഇന്ത്യ എത്ര ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്, അതിനെങ്ങനെയാണ് നമുക്ക് പൂർണ്ണമായും കവർ ചെയ്യാൻ സാധിക്കുക? അപ്പോൾ ആ സാഹചര്യത്തിൽ 2000 വർഷത്തിലുണ്ടായ ഒരു ആശയമാണ് BMD ഡിഫൻസ് സിസ്റ്റം. ഇത് അമേരിക്കൻസിന്റെ പക്കലുണ്ട്, റഷ്യൻസിന്റെ പക്കലുണ്ട്, ചൈനയുടെ പക്കലുമുണ്ട്, ഇപ്പോൾ നമ്മുടെ പക്കലുമുണ്ട്. വെറും ചില രാജ്യങ്ങളുടെ പക്കൽ മാത്രമാണ് ഇങ്ങനെ ഒരു സിസ്റ്റം ഉള്ളത്. ഈ സംവിധാനം വഴി നമ്മുടെ മുഴുവൻ ഇന്ത്യയെയും ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാക്കി മാറ്റാൻ കഴിയും. വളരെ ലളിതമായ ഒരു കോൺസെപ്റ്റ് ആണ്. ബാലിസ്റ്റിക് മിസൈൽസ് ട്രാക്ക് ചെയ്യുക എന്നത് വളരെ എളുപ്പമാണെന്ന് ഞാൻ ഇതിനകം പറഞ്ഞു. കാരണം അത് പാരബോളിക് ട്രജക്ടറി ആണ് ഫോളോ ചെയ്യുന്നത്. കൂടാതെ അത് കൂടുതൽ ആൾട്ടിറ്റ്യൂഡിലേക്കും പോകുന്നു. എത്രത്തോളം ഒരു വസ്തു മുകളിലേക്ക് പോകുന്നുവോ അത്രത്തോളം നമുക്ക് വളരെ ദൂരത്തിൽ നിന്ന് വേണമെങ്കിലും ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഭൂമിയോട് ചേർന്ന് തറയോട് വളരെ അടുത്ത് പറക്കുന്ന ഒരു വസ്തുവിനെ നമുക്ക് ചില കിലോമീറ്ററുകൾ കഴിഞ്ഞ് ട്രാക്ക് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഇതേ കാര്യം ആ വസ്തു വളരെ ഉയരത്തിൽ പോവുകയാണ്,
40,000 അടി 50,000 അടി ഉയരത്തിൽ അല്ലെങ്കിൽ ഒരു സ്പേസിലേക്ക് പോകുന്നുവെന്നുണ്ടെങ്കിൽ അതിനെ ട്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇന്ത്യ മുഴുവനും ഒരു 4-5 പവർഫുള്ളായ റഡാർ വെക്കണം. ഈ 4-5 എണ്ണം ഈ ബാലിസ്റ്റിക് മിസൈലുകളെ ട്രാക്ക് ചെയ്യുന്ന വളരെ ശക്തിയാർന്ന റഡാർസ് ആയിരിക്കും, അതിനുവേണ്ടി നിർമ്മിച്ചതായിരിക്കണം. ഇങ്ങനെയുള്ള റഡാർസ് ആരുടെ പക്കലുണ്ടെന്ന് നോക്കിയാൽ ഇസ്രായേലിന്റെ പക്കലുണ്ട്. എൽഡ എന്ന കമ്പനിയാണ് നിർമ്മിച്ചത്. ഇതിനകം ഇസ്രായേൽ യമനിൽ നിന്നും ലോഞ്ചായ ഒരു ബാലിസ്റ്റിക് മിസൈലിനെ ബഹിരാകാശത്ത് വെച്ച് തന്നെ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ലോകത്തിൽ തന്നെ ആദ്യമായി ഒരു ബാലിസ്റ്റിക് മിസൈലിനെ ബഹിരാകാശത്ത് വെച്ച് ഇന്റർസെപ്റ്റ് ചെയ്തത് ഇസ്രായേൽ മാത്രമാണ്. അപ്പോൾ ഇസ്രായേൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ എയറോ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം, ആ ഡിഫൻസ് സിസ്റ്റത്തിലുള്ള റഡാർ സിസ്റ്റമാണ് എൽട്ട സ്വാറ്റ്ഫിഷ് റഡാർ. ഈ സ്വാറ്റ്ഫിഷ് റഡാർ ഇന്ത്യയിലുള്ള എല്ലാ പ്രദേശവും കവറാകുന്ന രീതിയിൽ സ്ട്രാറ്റജിക് ആയ ലൊക്കേഷൻസിൽ നിർത്തിവെച്ചിട്ടുണ്ടാകും. ഉദാഹരണത്തിന് സൗത്ത് ഇന്ത്യയെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിന് അടുത്തൊരു ഫെസിലിറ്റി ഉണ്ട്. ബാംഗ്ലൂരിൽ നിന്നും 25 കിലോമീറ്റർ ദൂരം അവിടെ ഒരു സ്വാറ്റ്ഫിഷ് റഡാർ ഉണ്ട്. അപ്പോൾ ഓരോ പ്രദേശങ്ങളെയും സംരക്ഷിക്കുന്നതിന് കൃത്യം ആ ഒരു പ്രദേശത്ത് ഈ ബാലിസ്റ്റിക് മിസൈലുകളെ ട്രാക്ക് ചെയ്യാൻ കഴിവുള്ള റഡാറുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും ഒരു ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ആവുകയാണെങ്കിൽ ഈ റഡാർ അതിനെ ട്രാക്ക് ചെയ്യും. ഈ ട്രാക്ക് ചെയ്ത ബാലിസ്റ്റിക് മിസൈലിനെ ഏത് ഇന്റർസെപ്റ്റർ ആയിരിക്കും ഇന്റർസെപ്റ്റ് ചെയ്യുക എന്ന് ചോദിച്ചാൽ ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത്. ഇന്ത്യയിൽ മൾട്ടിപ്പിൾ ലൊക്കേഷൻസിലുള്ള മൾട്ടിപ്പിൾ ഇന്റർസെപ്റ്റേഴ്സ് എല്ലാം ഇത് ആക്സസ് ചെയ്യും. അതായത് ഈ പ്രത്യേക റഡാറിൽ നിന്നും ലഭിക്കുന്ന ഡീറ്റെയിൽസ് പൂർണ്ണമായും ഇന്ത്യ മുഴുവനിലുമുള്ള എല്ലാ ലോഞ്ചേഴ്സിലേക്കും പോകും. ലളിതമായി പറയുകയാണെങ്കിൽ നമ്മുടെ വാർഷിപ്പിലുള്ള ഒരു ലോഞ്ചറിൽ പോലും ഈ ഡേറ്റ നമുക്ക് അയക്കാൻ സാധിക്കും. അങ്ങനെ അയച്ച് അതിലുള്ള ഇന്റർസെപ്റ്റർ വഴി ബാലിസ്റ്റിക് മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയും. എന്നാൽ ഇവിടെ പ്രശ്നം എന്താണെന്ന് നോക്കിയാൽ നിലവിലുള്ള S-400 ഇന്റർസെപ്റ്റർ അല്ലെങ്കിൽ ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റം ഇന്റർസെപ്റ്റർ ഉപയോഗിച്ച് ബാലിസ്റ്റിക് മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം അങ്ങനെ ഇന്റർസെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങ് ആകാശത്തേക്ക് പോകണം, ബഹിരാകാശത്തിനകത്ത് വന്ന് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ വെച്ച് ഇന്റർസെപ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഇന്റർസെപ്റ്റർ മിസൈൽ എന്നത് ലോങ് റേഞ്ച് ട്രാവൽ ചെയ്ത് പോകേണ്ടി വരും. അങ്ങനെ അധിക റേഞ്ച് ട്രാവൽ ചെയ്ത് പോകുന്നത് പോലെ 2000 കിലോമീറ്റർ റേഞ്ചിൽ പൃഥ്വി എയർ ഡിഫൻസ് സിസ്റ്റമാണ് നമ്മുടെ പക്കലുള്ളത്. ഇതാണ് BMD-യുടെ ഫസ്റ്റ് സ്റ്റേജ്. ഈ ഫസ്റ്റ് സ്റ്റേജിൽ 2000 കിലോമീറ്റർ റേഞ്ചിൽ പൃഥ്വി എയർ ഡിഫൻസ് സിസ്റ്റം വെഹിക്കിൾ ഉണ്ടായിരുന്നു. അതായത് പൃഥ്വി മിസൈലിനെ എയർ ഡിഫൻസ് സിസ്റ്റമാക്കി മോഡിഫൈ ചെയ്തിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റേജാണ് 5000 കിലോമീറ്റർ റേഞ്ചുള്ള AD-1 എന്ന ഇന്റർസെപ്റ്റർ, AD-D എന്ന ഒരു ഇന്റർസെപ്റ്റർ. ഈ ഇന്റർസെപ്റ്ററിനെ സ്പെസിഫിക്കായി അതിവേഗതയിൽ സഞ്ചരിക്കുന്നതിന് വേണ്ടിയും വളരെ ദൂരം പോകുവാൻ വേണ്ടിയും ഡിസൈൻ ചെയ്തതാണ്. ഈ മിസൈൽ കൈനറ്റിക്കൽ രീതിയാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു വാർ ഹെഡുമായി നേർക്ക് നേർ ചെന്ന് കൂട്ടിമുട്ടും. ഇത് S-400 ആണെങ്കിൽ അത് പ്രോക്സിമിറ്റി ഫ്യൂസ് ആയിരിക്കും. അതായത് ആ വാർ ഹെഡിന് അടുത്ത് ചെന്ന് പൊട്ടിത്തെറിക്കും. അങ്ങനെ ആ പൊട്ടിത്തെറിക്കുന്നതിന്റെ ആഘാതം മൂലം ആ വാർ ഹെഡും പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ ആ ഒരു എയർക്രാഫ്റ്റ് പൊട്ടിത്തെറിക്കും. എന്നാൽ പ്രോക്സിമിറ്റി ഫ്യൂസ് ഇല്ലാതെ നേരിട്ട് അതിൽ ചെന്ന് കൂട്ടിമുട്ടി പൊട്ടിത്തെറിക്കുന്നതിനെ കൈനറ്റിക്കൽ എന്നും പറയും, ഗതികോർജം. ഈ ഒരു രീതിയിൽ 5000 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു ഇന്റർസെപ്റ്റർ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഇന്റർസെപ്റ്റർ നമ്മൾ ഇന്ത്യ മുഴുവനും എങ്ങനെയാണോ റഡാർ നിർത്തിവെച്ചത് അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ നിർത്തിവെച്ചിട്ടുണ്ടാകും. ഉദാഹരണത്തിന് നമ്മുടെ വാർഷിപ്പിലും ഈ ഇന്റർസെപ്റ്റർ വയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ കടൽ മാർഗം വഴി ഒരു മിസൈൽ ഇന്ത്യ ആക്രമിക്കാൻ വരുമ്പോൾ കടലിൽ ചുറ്റിത്തിരിയുന്ന ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലിൽ നിന്നും ഈ ഇന്റർസെപ്റ്റർ പോവുകയും അതിനെ തടഞ്ഞു നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിഗത യൂണിറ്റ് അല്ലാതെ ഇന്ത്യ മുഴുവനെയും ഒരു യൂണിറ്റിനുള്ളിലേക്ക് കൊണ്ടുവരികയും ഇന്ത്യയിലുടനീളം ഒരുപാട് അസറ്റ്സ് ഉണ്ടല്ലോ, AWACS ഉണ്ട്, ഇന്ത്യ മുഴുവനും ഒരുപാട് റഡാർസ് ഉണ്ട്. ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സംരക്ഷിക്കാൻ പോവുകയാണ്. ഇതാണ് ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം. ഇതിൽ കടൽ മാർഗത്തിൽ നിന്നും ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന റഡാർസിനെ നമ്മൾ റിസർച്ച് വെസൽ എന്ന് പറയും. ഇപ്പോൾ ചൈനയും നമ്മുടെ പ്രദേശത്തേക്ക് നോക്കി റിസർച്ച് വെസൽസ് വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇവിടെ നിന്നും ഏതെങ്കിലും ബാലിസ്റ്റിക് മിസൈൽ ചൈനയെ നോക്കി പോവുകയാണെങ്കിൽ അതിന്റെ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് എല്ലാം ചൈനയ്ക്ക് നൽകുക എന്നുള്ളതാണ് ഈ വെസലിന്റെ ജോലി. കൂടാതെ ഇതുപോലുള്ള കപ്പലുകൾ നമ്മുടെ പക്കലുമുണ്ട്. അതിന്റെ പേര് INS ധ്രുവ്. ഈ INS ധ്രുവ് ഇപ്പോൾ സ്ട്രാറ്റജിക്കലായി പാകിസ്ഥാനെ നോക്കി നമ്മൾ അയച്ചിട്ടുണ്ട്. ഈ കപ്പലും പാകിസ്ഥാനിൽ നിന്ന് വരുന്ന മിസൈലിനെ കടലിൽ നിന്നുകൊണ്ട് തന്നെ ട്രാക്ക് ചെയ്യും. ഇങ്ങനെ ഇന്ത്യ മുഴുവനുമുള്ള റേഡാർസ് കടൽ വഴിയും തറ വഴിയും പാകിസ്ഥാൻ അയക്കുന്ന മിസൈലുകളെ ട്രാക്ക് ചെയ്ത് ആ മിസൈലിനെ എവിടെ വെച്ച് ആക്രമിച്ചാൽ കൃത്യതയോടുകൂടി ആക്രമിക്കാം, ആ സ്ഥലത്ത് ഏതെങ്കിലും ലോഞ്ചർ ഉണ്ടോ എന്ന് സ്വയമേ തീരുമാനിക്കുകയും ആ ലോഞ്ചറിലേക്ക് ഡാറ്റ അയക്കുകയും ആ ലോഞ്ചറിൽ നിന്നും പോകുന്ന പൃഥ്വി അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് സിസ്റ്റം ഇവ ഈ ഇന്റർസെപ്റ്ററിനെ നശിപ്പിക്കും.
ഇതാണ് കോൺസെപ്റ്റ്. കൂടാതെ ഈ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് വളരെ പുരാതനമായ ബാലിസ്റ്റിക് മിസൈലുകളെയും അല്ലെങ്കിൽ ഇപ്പോഴുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകളെയും ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കും. പ്രധാനമായും ഇന്റർ കോണ്ടിനെന്റൽ റേഞ്ചിലുള്ള മിസൈൽസ് 10,000 കിലോമീറ്ററിൽ നിന്നും വരുന്ന ഒരു മിസൈലിനെ പോലും ഇതിനെ കൊണ്ട് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയും. അറ്റ്മോസ്ഫിയറിന് അകത്ത് വെച്ചും ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കും, ഹൈ ആൾട്ടിറ്റ്യൂഡിൽ വെച്ചും. അതായത് സ്പേസിനും അറ്റ്മോസ്ഫിയറിനും ഇടയിൽ ഒരു ചെറിയ ലെയർ ഉണ്ടായിരിക്കും, അവിടെ വെച്ചും നമുക്ക് ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ലെയർ ഡിഫൻസ് ഉള്ള കാരണത്താൽ പാകിസ്ഥാന്റെ വളരെ പഴയ മിസൈലുകളെ കൊണ്ട് ഇന്ത്യ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. കൂടാതെ ഇവയ്ക്കെല്ലാം അപ്പുറം അവസാനം ഒരായുധമുണ്ട്. ഇതാരാണ് കണ്ടുപിടിച്ചതെന്നറിയില്ല. എന്നാൽ ഇതും നമ്മുടെ സർ അബ്ദുൽ കലാം DRDOയുടെ ഹെഡായിരുന്നപ്പോഴായിരുന്നു ഈ തിയറി വന്നത്. ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനം, ഇതെല്ലാവർക്കും അറിയാം. ഇത് വളരെ ഷോർട്ട് റേഞ്ച് ആണ്, 30 കിലോമീറ്റർ ആണ്. ഇതുപയോഗിച്ച് ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം അതും കൈനറ്റിക്കൽ രീതിയിൽ ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ ഒരു ന്യൂക്ലിയർ വാർഹെഡ് വയ്ക്കുകയാണെങ്കിൽ ഈ ന്യൂക്ലിയർ വാർഹെഡ് ആ ഒരു ഇൻകമിംഗ് ബാലിസ്റ്റിക് മിസൈലിന്റെ വാർഹെഡിനെ തൊട്ടടുത്ത് വന്ന് പൊട്ടിത്തെറിക്കുന്നത് പോലെ സജ്ജീകരിക്കുകയാണെങ്കിൽ അത് പൊട്ടിത്തെറിക്കുന്നത് ന്യൂക്ലിയർ വെപ്പൺ ആയതുകൊണ്ട് തന്നെ അത് എത്ര ദൂരത്താണെങ്കിലും ശരി, എത്ര ആൾട്ടിറ്റ്യൂഡ് കൂടുതലാണെങ്കിലും ശരി, അങ്ങനെ ഒന്ന് പൊട്ടിത്തെറിച്ചാൽ അത് കവർ ചെയ്യുന്ന ഏരിയയും വളരെ കൂടുതലായിരിക്കും. സാധാരണ ഒരു സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുമ്പോൾ ഒരു 5-10 മീറ്ററാണ് കവർ ചെയ്യുന്നതെങ്കിൽ അണുബോംബ് പൊട്ടിത്തെറിച്ചാൽ 5 കിലോമീറ്റർ 6 കിലോമീറ്റർ വരെയും കവറാകും. അത്ര ലാർജ് ഏരിയ കവറാകുമ്പോൾ തീർച്ചയായും ഈ വന്നുകൊണ്ടിരിക്കുന്ന വാർഹെഡിനെ കവർ ചെയ്യുകയും അതിനെ ആകാശത്തിന് നടുവിൽ വെച്ച് തന്നെ പൊട്ടിത്തെറിപ്പിക്കുകയും ചെയ്യും. ഇതേ കാര്യം ലോ ആൾട്ടിറ്റ്യൂഡിൽ വെച്ച് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ ആഘാതം വളരെ ക്രൂരമായിരിക്കും. പക്ഷേ 10 കിലോമീറ്റർ 20 കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ അതിന്റെ നാശനഷ്ടവും അത്രത്തോളം കുറവായിരിക്കും. ചില സമയങ്ങളിൽ യാതൊരു ദോഷവും ഉണ്ടാവുകയുമില്ല. അപ്പോൾ അവസാനത്തെ ആശയമാണ് ഈ ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ ഒരു ന്യൂക്ലിയർ വാർഹെഡ് ഉപയോഗിച്ച് നമുക്കതിനെ ആക്രമിക്കാം എന്നുള്ള ഒരു തിയറി. നമ്മൾ ആക്റ്റീവായി ഇങ്ങനെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, അത്ര കൺഫേംഡ് ആയിട്ടുള്ള ഒരു കാര്യവുമല്ല. എന്നാൽ ഞാൻ ഇതിന് മുൻപ് പറഞ്ഞ ബാലിസ്റ്റിക് മിസൈൽ ഇന്റർസെപ്റ്റർ, പൃഥ്വി എയർ ഡിഫൻസ് സിസ്റ്റം, ഇവയെല്ലാം ഓപ്പറേഷണലായി ഇന്ത്യ മുഴുവനിലുമുണ്ട്. ഇവയ്ക്കെല്ലാം മൂലക്കല്ലായി തീർന്നത് സർ അബ്ദുൽ കലാം ആയിരുന്നു. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.